സായിസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് എൻ്റേതായ ഒരു രീതിയിലുള്ള കപ്പ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവുക. അപ്പോൾ നമുക്ക് കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. അതിന് വേണ്ട സാധനങ്ങൾ, ഇത് ബീഫാണ്. ബീഫിൻ്റെ എല്ല് 1/2 കിലോ, 250 ഇറച്ചി കേട്ടോ. പിന്നെ കപ്പ വേണം, 1 കിലോ കപ്പയാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത് 1 സ്പൂൺ വീതം, പിന്നെ 1 ഉള്ളി, 1 തക്കാളി, 2 പച്ചമുളക്, കുറച്ച് മല്ലിച്ചപ്പ്, പിന്നെ അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ബിരിയാണി മസാല, ഉപ്പ്, വെളിച്ചെണ്ണ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. ചെമ്പ് എടുക്കുക, എന്നിട്ട് ആ ചെമ്പിലേക്ക് ഈ കപ്പ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് കഴുകി വെച്ചതാട്ടോ. ഇനി അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഗ്യാസ് കത്തിച്ച് അതിൽ വെച്ച് കൊടുക്കാം. ഇനി അതൊന്ന് തിളച്ച് വരട്ടെ. ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ളത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ബീഫിനെ ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. ഇനി ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി, അതിലേക്ക് 1 വലിയ ഉള്ളി, തക്കാളി, പച്ചമുളക് ഇത്ര ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 2 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് ബിരിയാണി മസാല, 2 സ്പൂണ് ബിരിയാണി മസാല, പിന്നെ ഉപ്പ്, രണ്ട് സ്പൂണ് ഉപ്പിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് നമുക്ക് പിന്നെ ഇട വേണമെങ്കിൽ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തു. ഇനി ഒരു ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ, കുറച്ച് മതി. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഗ്യാസ് കത്തിക്കാം കേട്ടോ. ഇനി ഇതൊരു 5 വിസിൽ വരണം കേട്ടോ. 5 വിസിൽ വന്നതിന് ശേഷം ഇത് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോഴത്തേക്ക് ഈ കപ്പ ഒന്ന് തിളച്ച് വരട്ടെ. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ കപ്പയിലേക്ക് കപ്പ ഒന്ന് തിളച്ചാൽ മാത്രം മതി കേട്ടോ. പിന്നെ ഇതൊരു 5 വിസിൽ വരട്ടെ. എന്നിട്ട് വിസിൽ വന്നിട്ട് കാണാം നമുക്ക്. നമ്മളെ കപ്പ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇതൊന്ന് ഊറ്റിയെടുക്കാം. ഇതിലിപ്പോൾ 1 വിസിലും കൂടെ വന്നാൽ മതി കേട്ടോ. വിസിലും കൂടെ വന്നാൽ നമുക്ക് ഓഫാക്കാം. 5 വിസിലായിട്ടോ, നമുക്ക് കുക്കർ ഓഫാക്കാം. ഈ വിസിൽ പോയിട്ട് ഒന്ന് തുറന്നെടുക്കാം. അപ്പോൾ കുക്കറിൻ്റെ വിസിൽ ആവിയൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുക്കർ തുറക്കാം. അപ്പോൾ ഇതൊക്കെ വെന്തുണ്ട്, ഒന്നും കൂടെ വേവാണ്ട്. ഇനി അതിന് നമ്മൾ ഈ കപ്പല്ലേ ഈ തിളപ്പിച്ച് വെച്ചത്, അത് നമ്മൾ ഇതിലേക്ക് ഇടും കേട്ടോ. ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇട്ടിട്ട് 1 വിസിലും കൂടെ വരത്തണം കേട്ടോ. അത് ഇട്ട് കഴിഞ്ഞിട്ട് ഇത് അടച്ചു കൊടുക്കാം. അടച്ചു കൊടുത്തിട്ട് ഒരൊറ്റ വിസിലും കൂടി വരുത്തണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വിസിൽ പോയിട്ടോ. ഇനി നമുക്ക് തുറന്ന് നോക്കാം. എന്നിട്ട് ഈ ചെമ്പിലേക്ക് ഇതിനെ കൊട്ടണം കേട്ടോ.
ഇത് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. ഇത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം ഇളക്കുക കേട്ടോ. ഇതിലേക്ക് ഒരു ലേശം ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വല്ലാണ്ട് കുറുകിപ്പോയിട്ടോ, ലേശം ഒരു വെക്കാൻ. നമ്മളെ കപ്പ ബിരിയാണി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇതുപോലെ. ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. ഒരു കറിവേപ്പിൻ്റെ ഉള്ളത്. അപ്പം നല്ല ഇളക്കി റെഡിയാക്കിയിട്ട് ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് എടുക്കത്. ഇത് എൻ്റെ രീതിയിലുള്ളൊരു കപ്പ ബിരിയാണിയാണ് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് സള്ളാസും കൂടെ വേണം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതും കൂടെ കൂട്ടി കഴിക്കാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും കപ്പ ബിരിയാണി ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് അടിക്കുക. പിന്നെ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് അറിയിക്കണം കേട്ടോ.